Hello friends, ഞാൻ ദീപ്തി. ക്രോഷ്യ മീഡിയ ക്രോഷ്യ മലയാളം ട്യൂട്ടോറിയൽ യൂട്യൂബ് ചാനലാണ്. ഇന്ന് മുതൽ ഇതിനകത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീക്ക്ലി ഒരു 2-3 വീഡിയോസ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ക്രോഷ്യ വെച്ച് ചെയ്തിരിക്കുന്ന കുറച്ച് പ്രോഡക്ട്സ്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും പഠിക്കാനും ചെയ്യാനും ഉള്ള രീതിയിലാണ് ഇതിലെ വീഡിയോസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കോളേജ് സ്റ്റുഡൻസിനായാലും സ്കൂൾ സ്റ്റുഡൻസിനായാലും വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാം. ഞാൻ ഈ വീഡിയോ കാണിക്കുമ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ കൂടെ തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. എന്താണ് ക്രോഷ്യ? പലർക്കും അറിയില്ല എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് ക്രോഷ്യ യാൺ, അതിൻ്റെ നൂല്. ഇത് പല സൈസിൽ പല വെയ്റ്റിൽ പല കളറിൽ കിട്ടുന്നതാണ്. കോട്ടൻ്റെ ഉണ്ട്, ആക്രിലിക്, അങ്ങനെ പല മെറ്റീരിയലിലുണ്ട്. ഇത് നമ്മൾ ഏത് പ്രൊഡക്റ്റാണോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, ഏതാണോ ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതിൻ്റെ അളവിലും സൈസിൻ്റെയും വ്യത്യാസത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏതാണോ നൂല് നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഇതാണ് ക്രോഷ്യ ഹൂക്ക്, സൂചി. ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ക്രോഷ്യ ഹൂക്ക് പല മെഷർമെൻറ്റിൽ കിട്ടുന്നതാണ്. 2 mm മുതൽ 10 mm വരെ ക്രോഷ്യ ഹൂക്ക് അവൈലബിൾ ആണ്. അത് സ്റ്റീലുണ്ട്, ബാംബൂ, പ്ലാസ്റ്റിക്, അലൂമിനിയം, ഇങ്ങനെ പലതരത്തിലും അത് കിട്ടുന്നുണ്ട്. ക്രോഷ്യ ഫോർ ബിഗിനേഴ്സിനാണെങ്കിൽ നിങ്ങളൊരു 3 mm, 3.5 mm അല്ലെങ്കിൽ 4 mm വരെയുള്ള ഹൂക്ക് യൂസ് ചെയ്താൽ മതി. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ക്രോഷ്യ ഹൂക്ക് യൂസ് ചെയ്യുന്നതും നിങ്ങളുടെ കംഫർട്ടാണ്. ഏത് യൂസ് ചെയ്യണമെന്ന് അത് നിങ്ങളുടെ കംഫർട്ടാണ്. ചില യാൺ വാങ്ങിക്കുമ്പോൾ യാണിൻ്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ടാവും ഏത് ഹൂക്ക് യൂസ് ചെയ്യണമെന്നും. അത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, അതൊക്കെ നിങ്ങളുടെ കംഫർട്ടാണ്. അപ്പോൾ ഏത് പ്രോഡക്റ്റാണോ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ മുന്നിൽ വീഡിയോയിൽ തന്നെ ഞാൻ പറയും ഏത് സൈസ്, എത്ര സൈസ്, ഏതാണ് മെറ്റീരിയൽ, ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്തും അതിനകത്ത് ഉണ്ടാവും. ഇപ്പം ഞാൻ ജസ്റ്റ് ഇതിന് ഒരു ഇൻട്രോ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ഇതിലേക്ക് ഫസ്റ്റ് സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഇതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന ക്രോഷ്യ യാൺ. ഇത് 40 ഗ്രാമിൻ്റെ ആക്രിലിക് എന്ന് പറയുന്ന മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ക്രോഷ്യയുടെ ഏതൊരു സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് നോട്ടാണ്. നമ്മൾ ക്രോഷ്യയുടെ ഏത് സ്റ്റിച്ച് ഇടുന്നുണ്ടെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലിപ്പ് നോട്ട്. നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് ക്രോഷ്യ യാണിൻ്റെ അറ്റം. ഓക്കെ, കാണുന്നുണ്ടല്ലോ, നോക്കിക്കോളൂ. ഇങ്ങനെ ജസ്റ്റ് റൗണ്ട് ചെയ്യാം. നമുക്കിങ്ങനെ കിട്ടും. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുക, വലിക്കുക, കിട്ടി. ഇതാണ് സ്ലിപ്പ് നോട്ട്. ഇങ്ങനെ ഊരാൻ പറ്റണം. മനസ്സിലായോ എങ്ങനെയാണെന്ന്? ഒരു തവണ കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് യാൻ്റെ ടെയില്. ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് ഈ രണ്ട് പിടിക്കുക, ഈ രണ്ടും പിടിക്കുക, രണ്ടാളും പിടിക്കുക, ഇങ്ങനെ ടൈറ്റൻ ചെയ്യാം. അപ്പോൾ എന്താവും? സ്ലിപ്പ് നോട്ട് കിട്ടും. ഓക്കെ, വളരെ സിമ്പിളാണ്. യാൺ നമുക്ക് പല വിധത്തിൽ പിടിക്കാം. ചിലർ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തുന്നുന്നവരുണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്ത് പിടിച്ചിട്ട് തുന്നുന്നവരുണ്ട്. ഞാൻ എടുക്കുന്നത് അതൊക്കെ നമ്മുടെ കംഫർട്ടാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനൊന്ന് കാണിച്ചു തരാം. അത് അത്രയും കട്ട് ചെയ്യാൻ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പിടിക്കുന്നത് മാത്രം. എന്നിട്ട് ഇതിവിടെ ടൈറ്റാക്കി പിടിക്കും. എന്നിട്ട് ഇങ്ങനെ ചെയ്യും. ഇതിൻ്റെ തറ്റും പിടിക്കും, ഇത് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ സ്ലിപ്പ് നോട്ട് പഠിച്ചു. സ്ലിപ്പ് നോട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ചെയിൻ.
ഓക്കെ, ഇത് ക്രോഷേ ഹൂക്കിന് കണക്കായിട്ട് ഇതിങ്ങനെ പോകാൻ പറ്റുന്ന രീതിയിൽ അത്രയും ലൂസും പാടുള്ളൂ, അത്രയും ടൈറ്റിൽ ഇതാ ഈ ഒരു ഇതിലെടുക്കണം. എന്നിട്ട് നമുക്ക് ചെയിൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ പിടിക്കുക. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ ഒരു ചെയിൻ നമ്മൾ ചെയ്തത് കണ്ടോ, വി പോലെ കണ്ടോ. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഇതാ ഇതിങ്ങനെയാണ് ചെയിൻ എടുക്കുന്നത്. 2 ഉണ്ടോ, 3 4. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങോട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മളെടുത്തിരിക്കുന്ന സ്ലിപ്പ് നോട്ട്. ഇങ്ങനെ കൊണ്ടുവരാം. ജസ്റ്റ് സ്ലിപ്പ് നോട്ടിലൂടെ ഒരു ലൂപ്പ് കിട്ടി. ഇപ്പോൾ ഒരു ചെയിൻ. ഓക്കെ, 2 3 4. ഇതാ ഇങ്ങനെ കിട്ടും കണ്ടോ. 1 2 3 4 ചെയിൻസ്. നമുക്കൊരു 10 വരെ ഇടാം. 5 6 7 8 9 10. കണ്ടോ, വളരെ സിമ്പിൾ അല്ലേ. ഇവിടെ ഇങ്ങനെ പിടിക്കുക, ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഇതാ വളരെ സിമ്പിളാണ്. ഇതാ ഇങ്ങനെ അതിലൂടെ എടുക്കുകയേ വേണ്ടു. കണ്ടോ കണ്ടോ. ഓക്കെ, എത്ര ചെയിൻസ് ആയിപ്പോൾ നമുക്ക് നോക്കാം. കണ്ടോ, വി പോലെ കണ്ടോ. 1 2 3 4 5 6 7 8 9 10 11 12. ഇത് കൗണ്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, 12 ചെയിൻസ് ആയി കണ്ടോ. ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ സ്ലിപ്പ് നോട്ടും കഴിഞ്ഞു, ചെയിനും കഴിഞ്ഞു.